കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരമാഗതമായി. നാസറെത്തും ഫാത്തിമയും മെജ്ഗുറിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയിടി നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളും ഷെക്കേന ടി വിയുടെ പ്രേക്ഷകരുമായ എൻ്റെ സ്നേഹമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ ഓരോരുത്തരെയും മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാ മറിയം മെജ്ജുഗരിയിൽ പ്രത്യക്ഷപ്പെട്ട് ഈ ലോകത്തെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സന്ദേശങ്ങളുടെ പ്രാധാന്യവും പ്രസക്തിയും ഈ കാലഘട്ടത്തിൽ എത്രമാത്രം ഉണ്ട് എന്ന് കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ നാം കാണുവാൻ പരിശ്രമിക്കുകയായിരുന്നു. പരിശുദ്ധ അമ്മ സ്വർഗത്തിൽ നിന്നും നേരിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി സ്വർഗത്തിൽ എന്താണ് എന്ന് നമ്മെ പഠിപ്പിക്കുകയായിരുന്നു. സ്വർഗം എന്നുള്ളത് വെറുതെ ഒരു മിഥ്യയല്ല എന്നും അതൊരു യാഥാർത്ഥ്യമാണ് എന്നും സ്വർഗത്തെക്കുറിച്ചുള്ള ദർശനങ്ങൾ ഏറ്റെടുക്കുവാൻ സാധിക്കാതെ മനം ഹൃദയം അന്ധമായിരിക്കുന്ന ജനത്തിന് സ്വർഗം സത്യമാണ് എന്ന് മെജ്ജുഗരിയിലെ നിരവധിയായ സന്ദേശങ്ങളിലൂടെ വെളിപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. പരിശുദ്ധ അമ്മ മെജ്ജുഗരിയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പ്രത്യേകമായ ഒരു വിഭാഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും പ്രത്യേകമായ ഒരു വിഭാഗത്തെ സഹായിക്കണമെന്നും ആവശ്യപ്പെടുകയുണ്ടായി. ഈ വിഭാഗത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ നാം കാണുവാൻ പരിശ്രമിക്കുക. പരിശുദ്ധ അമ്മ മെജ്ജുഗരിയിൽ ഒരു ദിവസം യാക്കോവിൻ്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്നു. അപ്പോൾ യാക്കോവിൻ്റെ ഭവനത്തിൽ യാക്കോബും വിസ്കയും ഉണ്ടായിരുന്നു. പരിശുദ്ധ അമ്മ അവരുടെ അടുത്ത് ചെന്ന് അവരുടെ രണ്ട് കരങ്ങളിലും പിടിച്ച് അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ ഇന്ന് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ശുദ്ധീകരണ സ്ഥലത്തിലേക്കും കൊണ്ടുപോവുകയാണ്. നിത്യസത്യങ്ങൾ എന്താണെന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരുവാൻ പോവുകയാണ്. ഈ നിത്യസത്യങ്ങളെക്കുറിച്ച് നമ്മുടെ കഴിഞ്ഞ ചില എപ്പിസോഡുകളിൽ നാം കേട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് വളരെ പ്രത്യേകമായി പരിശുദ്ധ അമ്മ ഇവരെ കൈപിടിച്ചു കൊണ്ടുപോയി നിത്യസത്യങ്ങൾ, അതായത് സ്വർഗം നരകം ശുദ്ധീകരണ സ്ഥലമൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ അമ്മ പ്രത്യേകം ആവശ്യപ്പെട്ടൊരു കാര്യമുണ്ട്. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നുള്ളത്. ഈ എപ്പിസോഡ് ഇത് പങ്കുവയ്ക്കുവാൻ കാരണം അടുത്ത ആഴ്ച നമ്മൾ നവംബർ മാസം ആരംഭിക്കുകയാണ്. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകം തിരഞ്ഞെടുത്ത ഒരു മാസം. സഭ പ്രത്യേക രീതിയിൽ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ് നവംബർ മാസം. അതുകൊണ്ടാണ് മെജ്ജുഗരിയിൽ പരിശുദ്ധ അമ്മ ഇത്രമാത്രം സ്നേഹത്തോടെ ലോകത്തോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ മറക്കരുത്. ശുദ്ധീകരണ സ്ഥലം ഒരു യാഥാർത്ഥ്യമാണ്. സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും അടുത്ത എപ്പിസോഡുകളിൽ കുറച്ചും കൂടെ വ്യക്തമായി പരിശുദ്ധ അമ്മയിലൂടെ
നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഇന്ന് ഈ ഒക്ടോബർ മാസത്തിൻ്റെ അവസാന ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ അല്പം കൂടി സ്നേഹിക്കുവാനും ഈ വരുന്ന നവംബർ മാസത്തിൽ ശുദ്ധീകരണത്തിലെ ആത്മാക്കളെ അല്പം കൂടി കഴിഞ്ഞ വർഷങ്ങളേക്കാൾ ഉപരിയായി എപ്രകാരം നമുക്ക് സഹായിക്കുവാൻ സാധിക്കുമെന്നും പരിശുദ്ധ അമ്മയിലൂടെ ഈ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കുവാൻ പരിശ്രമിക്കുകയാണ്. പരിശുദ്ധ അമ്മ ഇവരെ യാക്കോബിനെയും വിസ്കയെയും സ്വർഗത്തിൽ കൊണ്ടുപോയി സ്വർഗത്തിലെ കാര്യങ്ങൾ കാണിച്ചു, നരകത്തിൽ കൊണ്ടുപോയി ഭയാനകമായ നരക ദർശനം നൽകി. പിന്നീട് അവരെ ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ശുദ്ധീകരണ സ്ഥലത്തിൽ പരിശുദ്ധ അമ്മ അവരുമായി ചെന്നപ്പോൾ അവരെല്ലാം ഒരു ചാരം മൂടിയ ഒരവസ്ഥ, ഒരു ജീവനില്ലാത്ത അവസ്ഥയിലായിരിക്കുന്ന ആത്മാക്കളുടെ സാന്നിധ്യം അവർക്ക് അനുഭവിക്കുവാനായിട്ട് സാധിച്ചു. അവർ പങ്കുവച്ചത് ഇപ്രകാരമാണ്: ചില സ്ഥലങ്ങളിലൊക്കെ ചാരനിറത്തിലുള്ള അവ്യക്തമായ, അതായത് ചാരനിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച അവ്യക്തമായ മനുഷ്യരൂപങ്ങൾ അവിടെ കാണപ്പെട്ടു. അവ നിരവധിയായ ആത്മാക്കളാൽ അവിടെ നിറഞ്ഞിരുന്നു. വളരെ കുറച്ചു പേരൊന്നുമല്ല, നിരവധി ആയിരക്കണക്കിന് ആത്മാക്കളാണ്. പക്ഷെ അവരൊക്കെ ഒരു ജീവനില്ലാത്ത അവസ്ഥയിലാണ്. അവരൊക്കെ വലിയ വിഷാദത്തിലാണ്. എന്തോ വലിയ സഹനത്തിലൂടെ കടന്നു പോകുന്ന അവരെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കും. അവിടെ വലിയ വിഷാദം, നൊമ്പരം, വേദന തളം കെട്ടി കിടക്കുകയാണ്. അവരെ പരിശുദ്ധ അമ്മ പറഞ്ഞു, മക്കളെ, ഇവർ വലിയ സഹനത്തിലൂടെ കടന്നു പോകുന്നവരാണ്. ഇവർക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ സാധിക്കില്ല. ഇവരുടെ പ്രാർത്ഥന ഇനി മറ്റുള്ളവർക്ക് വേണ്ടി ആയിരിക്കും. ഈ ലോകത്ത് ഇവർ ജീവിച്ചിരുന്നപ്പോൾ ഇവർക്ക് വേണ്ടി തന്നെ അവർക്ക് പ്രാർത്ഥിക്കാമായിരുന്നു. ദൈവകരുണയ്ക്ക് വേണ്ടി അവർക്ക് യാചിക്കാമായിരുന്നു. എന്നാൽ മരണശേഷം ദൈവം നീതിമാനാകയാൽ ഇവർ ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഫലമില്ല. കാരണം നീതിമാനായ ദൈവത്തിൻ്റെ നീതിയിലൂടെയാണ് മരണശേഷം ഇവർ കടന്നു പോകുക. എന്നാൽ ജീവിച്ചിരിക്കുന്ന നിങ്ങൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവ കരുണ ഇവരിലേക്ക് കടന്നു വരുമെന്ന്. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയിലൂടെ മെജുവരിയിൽ ലഭിച്ചിരിക്കുന്ന വലിയ ഒരു കാര്യമാണ് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് അവരെ സഹായിക്കാൻ സാധിക്കില്ല, നമ്മൾക്ക് മാത്രമേ അവരെ സഹായിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന കാര്യം. പരിശുദ്ധ അമ്മ നമ്മൾ ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ വർഷത്തിലൊരിക്കൽ ഇവരെ ഓർത്താൽ പോരാ, നിങ്ങളുടെ അനുദിന ബലിയിൽ ഇവരെ സമർപ്പിക്കണം. ഇത് വെറുതെ ചെറിയൊരു കാര്യമല്ല. അവർ നിരന്തരമായ സഹനത്തിലൂടെയാണ്, വേദനയിലൂടെയാണ്, അവർ നിസ്സഹായരാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കൃപ നേടിയെടുക്കാൻ സാധിക്കില്ല. നിസ്സഹായരായ ഈ ആത്മാക്കളെ നിങ്ങൾക്കേ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ നവംബർ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ വളരെ പ്രത്യേകമായ ചില ദൈവിക ഇടപെടലുകൾ നമ്മളിലൂടെ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് ആശ്വാസമായി നമുക്ക് നേടിക്കൊടുക്കുവാനായിട്ട് സാധിക്കും. നവംബർ മാസത്തിൽ മാത്രമല്ല, വളരെ പ്രത്യേകമായ ചില ഇടപെടലുകൾ നവംബർ മാസത്തിൽ ദൈവം ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ എല്ലാ ദിവസവും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് കടമയുണ്ട്. നമ്മൾ സഹോദരങ്ങളെ പലപ്പോഴും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് ചിന്തിക്കുന്ന ഇപ്രകാരമാ, ഇതൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ടല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്ന് നമ്മൾ ആത്മപരിശോധന നടത്തണം. പല പ്രാവശ്യം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി പരിത്യാഗം ചെയ്യണം, അവർക്ക് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുക്കണം, അവർക്ക് വേണ്ടി ബലി അർപ്പിക്കണം എന്നൊക്കെ നമ്മൾ കേട്ട് തഴമ്പിച്ച കാര്യമാണെങ്കിലും ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസവും
എത്രമാത്രം ശുദ്ധീകരണ സ്ഥലി ആത്മാക്കളെ ഞാൻ സഹായിക്കുന്നുണ്ട് എന്നുകൂടി പരിശോധിക്കുന്നതിന് വേണ്ടിയാ ഈ എപ്പിസോഡിൽ ഇത് പങ്കുവയ്ക്കുവാൻ പരിശുദ്ധ അമ്മ ഒരു പ്രേരണ നൽകുന്നത്. മെഡ്ജുഗരിയിലെ പരിശുദ്ധ അമ്മയുടെ ശക്തമായ സന്ദേശമാണ് ശുദ്ധീകരണ സ്ഥലി ആത്മാക്കളെ, മക്കളെ നിങ്ങൾ അവഗണിക്കരുത്. വിശുദ്ധ തോമസ് അക്വീനോസ് ശുദ്ധീകരണ സ്ഥലി ആത്മാക്കളെ കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: ശുദ്ധീകരണ സ്ഥലത്തിലെ അഗ്നി അതിൻ്റെ കാഠിന്യത്തിൽ നരകാഗ്നിക്ക് തുല്യം തന്നെയാണ്. അതിൻ്റെ ഒരംശം എത്ര ചെറുതാണെങ്കിലും അത് വലിയ ഭയാനകമായ ഒരു സ്പർശനമാണ് ഒരാത്മാവിലേക്ക് നൽകുന്നത് എന്ന്. അത്രമാത്രം വലിയ വേദനയാണ് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ അനുഭവിക്കുന്നത്. വിശുദ്ധ സിറിൾ ഓഫ് അലക്സാണ്ട്രിയ ഇപ്രകാരം പറഞ്ഞു തരുന്നുണ്ട്: ഈ ലോക ജീവിതത്തിലെ എല്ലാ സഹനങ്ങളും വിധി ദിവസം വരെ സഹിക്കുന്നതാണ് ശുദ്ധീകരണ സ്ഥലത്തിലെ ഒരു ദിവസത്തെ സഹനത്തെക്കാൾ ഭേദമെന്ന്. ഈ ലോകത്തിലെ നമ്മുടെ വിധി ദിവസം വരെ നമ്മൾ എത്ര വർഷം ജീവിച്ചു അത്രയും വർഷത്തെ വേദനകൾ ഒന്നിച്ച് സഹിക്കുന്നത് ശുദ്ധീകരണ സ്ഥലത്തിലെ ഒരു ദിവസത്തെ വേദനയേക്കാൾ ഭേദമാണ് എന്ന് വിശുദ്ധ സിറിൾ ഓഫ് അലക്സാണ്ട്രിയ നമ്മെ പഠിപ്പിക്കുന്നു. വിശുദ്ധ അഗസ്തീനോസ് പുണ്യാളൻ വീണ്ടും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്: പ്രിയമുള്ള സഹോദരങ്ങളെ, സ്വർഗത്തിലേക്ക് സ്വീകരിക്കുന്നതിന് മുൻപ് പരേതരായ ആത്മാക്കൾ ലോകം ഇതുവരെ ദർശിച്ചിട്ടില്ലാത്തതും അനുഭവിച്ചിട്ടില്ലാത്തതും ഊഹിക്കാൻ പോലും സാധ്യമല്ലാത്തതും എല്ലായിടങ്ങളിലേക്കും തുളച്ചു കയറുന്നതുമായ അഗ്നിയിലൂടെ കടത്തിവിടപ്പെടുന്നുവെന്ന്. എല്ലാറ്റിലേക്കും തുളച്ചു കയറുന്ന അഗ്നി എന്ന് പറയുമ്പോൾ എല്ലാം വെന്തുരുകുന്ന അഗ്നി, എന്നാൽ കത്തിച്ചാമ്പലാകുന്നില്ല. അത്രമാത്രം വേദനയാണ് നമ്മുടെ പാപക്കറകൾ കഴുകിക്കളയുന്നതിന് വേണ്ടി ശുദ്ധീകരണ സ്ഥലത്തിൽ ഓരോ ആത്മാക്കളും അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് ശുദ്ധീകരണ സ്ഥലി ആത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് പറയുക. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ ചില അനുഭവങ്ങൾ ലഭിച്ച വ്യക്തികൾ അവരിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യം ഇപ്രകാരമാണ്: 2 സമയത്ത് ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് പ്രത്യേകമായ ഒരു സന്തോഷം, ഒരു ആശ്വാസം ലഭിക്കുന്നു. ഒന്ന്, ശുദ്ധീകരണത്തിലെ ആത്മാക്കളെ നമ്മൾ ദിവ്യ ബലിയിൽ വിശുദ്ധ കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, വിശുദ്ധ കുർബാനയിൽ ശുദ്ധീകരണത്തിലെ ആത്മാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ വിശുദ്ധ രക്തത്താൽ ശുദ്ധീകരണത്തിലെ ആത്മാക്കളെ പൊതിഞ്ഞ് ഈ അഗ്നിയുടെ ചൂടിൽ നിന്ന് സംരക്ഷിക്കും എന്ന് ശുദ്ധീകരണത്തിലെ ആത്മാക്കളുടെ അനുഭവം ലഭിച്ച അനേകർ വിശുദ്ധർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. രണ്ടാമതായി, ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വലിയ ആശ്വാസം ലഭിക്കുന്ന ഒരു സമയമാണ് പരിശുദ്ധ കന്യകാ മറിയം ശുദ്ധീകരണ സ്ഥലത്തെ സന്ദർശിക്കുമ്പോൾ. അതുകൊണ്ടാണ് സഭ നമ്മളോട് ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറയുക. അതുകൊണ്ടാണ് സഭ നമ്മളോട് ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ പറയുക. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വലിയ കുളിർമ നൽകുന്നു. അപ്പൊ നമ്മൾ ചെല്ലുന്ന ഓരോ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ശുദ്ധീകരണത്തിലെ ആത്മാക്കളൊക്കെ സഹായിക്കാൻ സാധിക്കും. ഇനി മെഡ്ജുഗരിയിൽ പരിശുദ്ധ അമ്മ ഒരു പ്രത്യേക പ്രാർത്ഥന ആവശ്യപ്പെട്ടു ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി. അതിപ്രകാരമാണ്: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയും നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന പ്രാർത്ഥന 7 പ്രാവശ്യം വീതം ചൊല്ലുവാൻ പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുകയാണ്. മെഡ്ജുഗരിയിൽ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ഒരു പ്രത്യേകതരം കൊന്ത കിട്ടും. അതിന് 7 മണികളേ ഉള്ളൂ. പിന്നെ ഒരു കുരിശും അതിന് മുകളിൽ വേറൊരു മണി സെപ്പറേറ്റ് ആയിട്ടുള്ള, അത് വിശ്വാസ പ്രമാണത്തിന് വേണ്ടിയുള്ള മണിയാണ്. ഇത് മെഡ്ജുഗരിയിലെ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പരിശുദ്ധമ്മ അവിടെ ആവശ്യപ്പെട്ട ഒരു പ്രത്യേക പ്രാർത്ഥനാ രീതിയാണ്. വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്വരപിതാവും നന്മ നിറഞ്ഞ മറിയവും പിതാവിനും പുത്രനും ഓരോന്നും 7 പ്രാവശ്യം ചൊല്ലി ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രത്യേക പ്രാർത്ഥനാ രീതി പരിശുദ്ധ അമ്മ മെഡ്ജുഗരിയിൽ നൽകിയിട്ടുണ്ട്.
ഇങ്ങനെ ശ്രമിക്കുന്ന സഹോദരങ്ങളെ, നമ്മളൊക്കെ ഈ പ്രാർത്ഥനാ രീതി ഏറ്റെടുക്കുന്ന വലിയ അനുഗ്രഹമാണ്. നമ്മൾ ജപമാല ചെല്ലുന്ന പോലെ നമ്മൾ ജപമാല എടുത്ത് ഒരു വിശ്വാസ പ്രമാണം ചൊല്ലിയതിനു ശേഷം 7 പ്രാവശ്യം സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവ്, 7 പ്രാവശ്യം നന്മ നിറഞ്ഞ മറിയം, 7 പ്രാവശ്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ചൊല്ലി കാഴ്ചവെക്കുന്നു. ഇത് വലിയ അനുഗ്രഹമാണ്. അനേക ആത്മാക്കൾ നേടാനായിട്ട് നമുക്ക് സാധിക്കും. പ്രത്യേകിച്ചും പരിശുദ്ധ അമ്മയുടെ ഈ ജപമാല മാസത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, നവംബർ മാസം ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ശുദ്ധീകരണത്തിലെ ആത്മാക്കളെ സ്നേഹിച്ച് അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. പരിശുദ്ധ അമ്മ വീണ്ടും ആവശ്യപ്പെട്ടു, മക്കളെ, ശുദ്ധീകരണത്തിലെ ആത്മാക്കൾ നിങ്ങൾക്ക് വലിയ സഹായം ചെയ്യാൻ കഴിവുള്ളവരാണ്. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ സ്വർഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി പുതിയ പുതിയ മധ്യസ്ഥരെ നിങ്ങൾ നേടുകയാണ്. ശുദ്ധീകരണത്തിലെ ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് ഈ അഗ്നിയുടെ ഈ ചൂടിൽ നിന്ന് സ്വർഗത്തിലേക്ക് ചെന്ന് കഴിയുമ്പോൾ വലിയ ആശ്വാസമായി സ്വർഗീയ സന്തോഷം അനുഭവിക്കുമ്പോൾ, ആരുടെ പ്രാർത്ഥനയിലൂടെയാണ്, ആരുടെ സഹനത്തിലൂടെയാണ്, ആരുടെ വിലകൊടുക്കലിലൂടെയാണ് കർത്താവ് അവരെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയെന്ന് വ്യക്തമായിട്ട് അവർക്കറിയാം. അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ നമുക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ഇടുന്ന പോലെയാണ്. നമ്മൾ എത്രമാത്രം സഹനം എടുത്ത് ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നോ അത്രമാത്രം പ്രാർത്ഥന അവർ സ്വർഗത്തിൽ നിന്ന് നമുക്ക് വേണ്ടി ദൈവസ്ഥലിൽ സമർപ്പിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അത്രമാത്രം ദൈവകൃപകൾ നമുക്ക് നേടിത്തരുന്ന പ്രാർത്ഥനകൾ തന്നെയാണ് എന്ന് സഭ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പിന്നീട് പരിശുദ്ധ അമ്മ നമ്മോട് പറയുകയുണ്ടായി, ശുദ്ധീകരണത്തിലെ ആത്മാക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ സഹനം ദൈവസന്നിധിയിൽ വലിയ വിലയുള്ളതായതിനാൽ ദൈവം നമ്മെ കനിഞ്ഞനുഗ്രഹിക്കുമെന്ന്. അവരുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ ഒത്തിരി വിലയുള്ളതായതിനാൽ ദൈവം നമ്മെ കനിഞ്ഞ്, ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മെ കനിഞ്ഞ് അനുഗ്രഹിക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ഫൗസ്തീനായിക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഈശോ ഫൗസ്തീനാമയ്ക്ക് പറഞ്ഞു കൊടുത്തൊരു കാര്യമുണ്ട്. ഈശോ വിശുദ്ധ ഫൗസ്തീനായോട് പറഞ്ഞു, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും ലോകത്തുള്ള പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയുമുള്ള പ്രാർത്ഥനയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രാർത്ഥനയെന്ന്. ശുദ്ധീകരണത്തിലെ ആത്മാക്കൾ അവർ വലിയ സഹനത്തിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈശോയ്ക്ക് ഒത്തിരി ഇഷ്ടമാണ്. പാപികളുടെ മാനസാന്തരം, നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെ രക്ഷിക്കുവാനായി അവർക്ക് വേണ്ടി നമ്മൾ ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഈശോയ്ക്ക് ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ട് ഈശോ പറഞ്ഞു, ഫൗസ്തീനാമയിലൂടെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുകയാ, ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയും ലോകം മുഴുവനിലുമുള്ള പാപികൾക്ക് വേണ്ടിയുമുള്ള പ്രാർത്ഥനയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന്. പ്രിയമുള്ളവരെ, നമുക്കറിയാം നമ്മളൊക്കെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒരുപാട് പാപം ചെയ്യുന്നുണ്ട്. കുമ്പസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യത്തിൽ നമ്മുടെ പാപങ്ങൾ ദൈവം ക്ഷമിക്കുന്നു. എന്നാൽ പാപത്തിൻ്റെ കറ കുമ്പസാരത്തിൽ കഴുകിപ്പോകുന്നില്ല. അതിന് പ്രായശ്ചിത്തം ചെയ്യണം, പരിഹാരം ചെയ്യണം. എന്നാൽ നമ്മൾ ചെയ്തു ഓരോ പാപങ്ങൾക്കും വ്യക്തിപരമായി പരിഹാരം ചെയ്യാൻ പലപ്പോഴും നമുക്ക് സാധിക്കാതെ വരുന്നു. അതുകൊണ്ട് ഈ കറകളെല്ലാം ശുദ്ധീകരണ സ്ഥലത്തിലാണ് കഴുകിക്കളയുക. നമ്മുടെ ഓരോ പാപവും നമ്മളിലേക്കൊരു താൽക്കാലിക ശിക്ഷ കൊണ്ടുവരുന്നുണ്ട്, നമുക്കറിയാം. അതിൻ്റെ പരിണിത ഫലമുണ്ട്. ഇതെല്ലാം ഈ ലോകത്ത് നമുക്ക് വേണ്ട രീതിയിൽ അതിനുള്ള പരിഹാരം ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്ത് വർഷങ്ങൾ കിടന്ന് ഇതിനെല്ലാം പരിഹാരം ചെയ്യേണ്ടിയിരിക്കുന്നു. എന്നാൽ ദൈവസഭയിലൂടെ മറ്റൊരു വലിയ ആശ്വാസ മാർഗം നമുക്ക് പാപപരിഹാരത്തിന് നൽകിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ദണ്ഡവിമോചനം. പൂർണ്ണ ദണ്ഡവിമോചനമുണ്ട്, ഭാഗികമായ ദണ്ഡവിമോചനമുണ്ട്. കർത്താവായ യേശുക്രിസ്തു കാൽവരിയിൽ നമുക്ക് വേണ്ടി ബലിയർപ്പിച്ച് അവിടുന്ന് രക്തം ചിന്തി നമ്മളെ രക്ഷിച്ച ഈശോയുടെ ബലിയുടെ അനന്തമായ യോഗ്യതയിലേക്ക് സഭ നമ്മളെ ചേർത്ത് വെച്ച് കർത്താവിൻ്റെ ബലിയുടെ പാപമോചനത്തിൻ്റെ ആ അനുഗ്രഹം നമ്മളിലേക്ക് വാങ്ങിത്തരുന്ന ഒരു നിമിഷമാണ് ദണ്ഡവിമോചനത്തിൻ്റെ നിമിഷം. അത് സഭ പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിയുമ്പോൾ
നമുക്ക് നമ്മുടെ പാപത്തിൻ്റെ പരിണിതഫലമായി നമ്മളിലേക്ക് കടന്നു വരുന്ന താൽക്കാലിക ശിക്ഷ, ടെമ്പറൽ പണിഷ്മെന്റ്, പാപത്തിൻ്റെ കറകൾ, പാപത്തിൻ്റെ പരിണിതമെല്ലാം നീക്കി നമ്മളെ സ്വർഗവാസത്തിന് യോഗ്യരാക്കുന്ന, സഭയിൽ ദൈവം ക്രമീകരിച്ചിരിക്കുന്ന വലിയ അനുഗ്രഹത്തിൻ്റെ ഒരു ക്രമീകരണമാണ് ദണ്ഡവിമോചനം. നമുക്ക് ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് ഈ ദണ്ഡവിമോചനം വാങ്ങിച്ചു കൊടുക്കുവാനായിട്ട് സാധിക്കും, പ്രത്യേകിച്ച് നവംബർ മാസത്തിൽ. അതുകൊണ്ടാണ് ഈ എപ്പിസോഡിൽ വളരെ ശ്രദ്ധാപൂർവം ഇത് മനസ്സിലാക്കണം. നവംബർ മാസത്തിൻ്റെ 1-ാം തീയതി മുതൽ 8-ാം തീയതി വരെയുള്ള ആദ്യ 8 ദിവസങ്ങൾ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നമുക്ക് പൂർണ്ണ ദണ്ഡവിമോചനം വാങ്ങിച്ചു കൊടുക്കാൻ സാധിക്കുന്ന ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ അടുത്തുള്ള ഏതെങ്കിലും സെമിത്തേരിയിൽ പോയി നമ്മൾ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി മൗനമായാണെങ്കിലും പ്രാർത്ഥിക്കണം. മൗനമായാണെങ്കിൽ നമ്മൾ ഒരു സ്വർഗസ്നപിതാവും ഒരു വിശ്വാസ പ്രമാണവും ചൊല്ലി ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വലിയ അനുഗ്രഹമാണ്. അങ്ങനെ നമ്മൾ ത്യാഗം ചെയ്ത് ഏതെങ്കിലും പള്ളികളുടെ ഏതെങ്കിലും സെമിത്തേരിയിൽ പോയി ഏത് ആത്മാവിന് വേണ്ടിയാണ്, നമുക്ക് പ്രിയപ്പെട്ട ആരെങ്കിലും ഉണ്ട്, നമ്മുടെ അപ്പനോ അമ്മയോ വല്യപ്പനോ വല്യമ്മയോ സഹോദരോ അങ്കിളുമാരോ ആൻറ്റിമാരോ മക്കളോ മരുമക്കളോ ആരെങ്കിലുമൊക്കെ മരിച്ചു, ആരെങ്കിലുമൊക്കെ ശുദ്ധീകരണത്തിൽ ഉണ്ടെന്ന് നമുക്കറിയാമെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ ഈ 8 ദിവസങ്ങളിൽ, നവംബർ മാസത്തിൽ 1-ാം തീയതി മുതൽ 8-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ഏതെങ്കിലും പള്ളിയുടെ സെമിത്തേരിയിൽ പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവസന്നിധിയിൽ അവരുടെ പാപങ്ങൾ കർത്താവ് ഏറ്റെടുത്ത് അവർക്ക് പൂർണ്ണ ദണ്ഡവിമോചനം നൽകുന്നു എന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി അതോടൊപ്പം തന്നെ നവംബർ മാസം 2-ാം തീയതി എല്ലാ മരിച്ച വിശ്വാസികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ ദിവസം വളരെ പ്രത്യേകമായൊരു ദിവസമാണ്. ഈ ദിവസം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഏതെങ്കിലും ഒരു ദേവാലയത്തിൽ കടന്നു ചെന്ന് ഒരു വിശ്വാസ പ്രമാണവും ഒരു സ്വർഗസ്വനായ പിതാവും ഉറക്കെ ചൊല്ലി നമ്മൾ പ്രാർത്ഥിച്ച്, നമ്മൾ ഏത് ശുദ്ധീകരണത്തിലെ ആത്മാവിന് വേണ്ടിയാണോ പ്രാർത്ഥിക്കാൻ ആഗ്രഹം ആ ആത്മാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പൂർണ്ണ ദണ്ഡവിമോചനം ദൈവം വാഗ്ദാനം ചെയ്യുന്നു, സഭ വാഗ്ദാനം ചെയ്യുന്നു. നവംബർ 1-ാം തീയതി മുതൽ 8-ാം തീയതി വരെ 8 ദിവസങ്ങളിൽ നമ്മൾ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി ഓരോ സെമിത്തേരി സന്ദർശിച്ച് പ്രാർത്ഥിച്ച് അവർക്ക് പൂർണ്ണ ദണ്ഡവിമോചനം വാങ്ങിക്കൊടുക്കാനായിട്ട് സാധിക്കും. നവംബർ 2-ാം തീയതി പ്രത്യേകമായി ഒരു ദേവാലയം സന്ദർശിച്ച് ഒരു സ്വർഗസ്നപിതാവും ഒരു വിശ്വാസ പ്രമാണവും ചൊല്ലി നമുക്ക് ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് പൂർണ്ണ ദണ്ഡവിമോചനം വാങ്ങിക്കൊടുക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ നവംബർ മാസം 1-ാം തീയതി സകല വിശുദ്ധരുടെയും തിരുനാൾ ദിവസവും ശുദ്ധീകരണത്തിലെ സകല ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസം നവംബർ 2-ാം തീയതിക്ക് തൊട്ട് പുറകിലത്തെ ഞായറാഴ്ചയോ അത് കഴിഞ്ഞു വരുന്ന ഞായറാഴ്ചയോ ഇതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ദേവാലയങ്ങളിൽ പോയി ഒരു വിശ്വാസ പ്രമാണവും സ്വർഗസ്വനായ ഞങ്ങൾ പിതാവ് പ്രാർത്ഥന ഒരു പ്രാവശ്യം ചൊല്ലി ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കുമ്പോൾ അവരിൽ ഒരാത്മാവിന് പൂർണ്ണ ദണ്ഡവിമോചനം സഭയിലൂടെ ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇപ്രകാരം നവംബർ മാസം മുഴുവനും നമുക്ക് ശുദ്ധീകരണത്തിലെ ആത്മാക്കളെ സഹായിക്കാനായിട്ട് സാധിക്കും. നവംബർ 1-ാം തീയതി മുതൽ 8-ാം തീയതി വരെ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടുന്നു. ബാക്കി വർഷത്തിൻ്റെ എല്ലാ ദിവസങ്ങളും ഇപ്രകാരം പ്രാർത്ഥിക്കുമ്പോൾ ഭാഗിക ദണ്ഡവിമോചനവും സഭയിലൂടെ ദൈവം ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ വരുന്ന മാസം എന്തെങ്കിലുമൊക്കെ ത്യാഗങ്ങൾ ചെയ്ത് നമ്മുടെ ഓരോ വിശുദ്ധ കുർബാനയിലും നമ്മുടെ ജപമാലയിലുമൊക്കെ ശുദ്ധീകരണത്തിലെ ആത്മാക്കളെ സമർപ്പിച്ച് നവംബർ 1 മുതൽ 8 വരെയുള്ള ദിവസങ്ങൾ മുടങ്ങാതെ നമ്മൾ ഏതെങ്കിലും സെമിത്തേരിയിൽ പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, പ്രത്യേകിച്ച് നവംബർ മാസം 2-ാം തീയതി മറ്റേതെങ്കിലും ദേവാലയത്തിൽ പോയി ഒരു സ്വർഗസ്നപിതാവും വിശ്വാസ പ്രമാണവും ചൊല്ലി പ്രാർത്ഥിച്ച് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ നമുക്ക് സഹായിക്കാം. ഇനി നമ്മൾ ഈ പ്രാർത്ഥനകളൊക്കെ നടത്തുമ്പോൾ പൂർണ്ണ ദണ്ഡവിമോചനത്തിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കുമ്പോൾ 3-4 കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകണം. ഈ കാലയളവിൽ നമ്മൾ ദണ്ഡവിമോചനം ആർക്ക് വേണ്ടി അല്ലെങ്കിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കുമ്പസാരം ചുരുങ്ങി ചെയ്യണം. കുമ്പസാരം ഒരു കണ്ടീഷനാണ്. 2, നമ്മൾ ഓരോ ദണ്ഡവിമോചനം വേണ്ടി പോകുമ്പോൾ നമ്മൾ ആ ദിവസം വിശുദ്ധ കുർബാന അർപ്പിച്ച് വിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടി സ്വീകരിക്കണം. 3,
നമ്മൾ മാർപ്പാപ്പയുടെ നിയമങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സാധാരണ നമ്മൾ മാർപ്പാപ്പയുടെ നിയമങ്ങൾക്ക് വേണ്ടി ഒരു വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കും. അത് മാർപ്പാപ്പയുടെ നിങ്ങൾക്ക് എപ്പോഴും നമുക്കൊരു വിശ്വാസ പ്രമാണം ചൊല്ലി, ഒരു സ്വർഗസ്നാപിതാവ് വിശ്വാസ പ്രമാണം ഒന്നിച്ച് ചൊല്ലി ഒക്കെ മാർപ്പാപ്പയുടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 4, നമ്മൾ പാപത്തിൽ നിന്ന് മോചിതരായിരിക്കണം. ഈ 4 കണ്ടീഷൻസ് എപ്പോൾ ദണ്ഡവിമോചനത്തിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കുമ്പോഴും നമ്മൾ പാലിച്ചിരിക്കണം. പിന്നെ ദണ്ഡവിമോചനത്തിന് വേണ്ടി സഭ നിർദ്ദേശിച്ച പ്രത്യേക കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെമിത്തേരി സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്നു. പിന്നെ നവംബർ 2-ാം തീയതി മറ്റൊരു ദേവാലയത്തിൽ പോയി ഒരു വിശ്വാസ പ്രമാണം സ്വർഗസ്നാപിതാവും ചൊല്ലി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാൻ പ്രത്യേകിച്ച് ആരും ഇല്ലെങ്കിൽ നമ്മൾ ഇപ്രകാരം ചെയ്ത് ഈശോയോട് പറഞ്ഞാൽ, ഈശോയെ, അങ്ങ് ഏറ്റവും കൂടുതൽ എൻ്റെ പ്രാർത്ഥന ആവശ്യമായിരിക്കുന്ന ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി ഞാൻ ഈ ദണ്ഡവിമോചനത്തിൻ്റെ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നു. അപ്പോൾ അത് ആർക്കാണോ ഏറ്റവും ആവശ്യപ്പെട്ടിരിക്കുന്നത് അവർക്ക് ദൈവം അത് കൊടുത്തുകൊള്ളും. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ, മെഡ്ജുവരിയിലെ പരിശുദ്ധ അമ്മ നമ്മൾ ആവശ്യപ്പെടുന്ന വലിയ ഒരു കാര്യമാണ് ശുദ്ധീകരണത്തിലെ ആത്മാക്കളെ മറക്കരുത് എന്ന്. ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കണമെന്ന്. കാരണം നമുക്ക് മാത്രമേ അവരെ സഹായിക്കാനായിട്ട് സാധിക്കുകയുള്ളൂവെന്ന്. വിശുദ്ധ സിറിൽ ഓഫ് അലക്സാണ്ട്രിയ ഇപ്രകാരം മറ്റൊരു കാര്യം കൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ഉറങ്ങാൻ പോകുന്ന ക്രൈസ്തവൻ മുങ്ങിത്താഴുന്ന ഒരു വ്യക്തിയെ കണ്ടിട്ട് രക്ഷിക്കാൻ ഒരു കരം നീട്ടിക്കൊടുക്കാതെ കണ്ടില്ല എന്ന മട്ടിൽ തിരിച്ചു പോകുന്ന വ്യക്തിക്ക് തുല്യമാണ് എന്ന്. അത്രമാത്രം ഭീകരമാണ് ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ഒരു ക്രൈസ്തവൻ ഉറങ്ങാൻ പോകുന്നതെന്ന് വിശുദ്ധ സിറിൽ ഓഫ് അലക്സാണ്ട്രിയ നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ജത്രൂഡിന് ഈശോ തന്നെ പ്രത്യക്ഷപ്പെട്ട് പഠിപ്പിച്ച പ്രാർത്ഥന നമുക്കറിയാം. ഈശോ ഇപ്രകാരം ഒരു വാഗ്ദാനം അതിന് നൽകിയിട്ടുണ്ട്. വിശുദ്ധ ജത്രൂഡിൻ്റെ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. ആരെങ്കിലും ഒരു പ്രാവശ്യം ഈ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുമ്പോൾ 1000 ആത്മാക്കളെ ഈശോ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. അതോടൊപ്പം ഈ ലോകത്ത് അനേകം പാപികളുടെ മാനസാന്തരം സംഭവിക്കുമെന്ന് ഈശോ വിശുദ്ധ ജത്രൂഡിന് വെളിപ്പെടുത്തി കൊടുക്കുകയുണ്ടായി. ഇന്ന് അനേകർ ഈ പ്രാർത്ഥന നിരവധി തവണ ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്ക് ഈ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാം. നമുക്കിത് മനഃപ്പാഠമാക്കാം, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാം. ഒരു പ്രാവശ്യം ഒരാൾ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ 1000 ആത്മാക്കളെ ഈശോ ശുദ്ധീകരണ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമെങ്കിൽ നമ്മൾ ജപമാല എടുത്തൊരു 10-20 പ്രാവശ്യം ചെല്ലുമ്പോൾ എത്ര 1000 ആത്മാക്കളെ നമുക്ക് ഈശോ സ്വർഗത്തിലേക്ക് ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് പറഞ്ഞയക്കാൻ സാധിക്കും. നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. നിത്യപിതാവേ, അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധമായ രക്തം ഇന്ന് ലോകം മുഴുവനും അർപ്പിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ ബലിയോട് ചേർത്ത് ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ആത്മാക്കൾക്ക് വേണ്ടിയും ലോകം മുഴുവനിലുമുള്ള സകല പാപികൾക്ക് വേണ്ടിയും തിരുസഭയിലെ എല്ലാ പാപികൾക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിലെയും എൻ്റെ തലമുറയിലെയും സകല പാപികൾക്ക് വേണ്ടിയും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു. ആമേൻ. നമുക്കൊന്ന് ചേർന്ന് നമ്മളെ തന്നെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലൂടെ ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്. എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും നമ്മെല്ലാവരോടുമൊപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.